ഹലോ കേസ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊന്മുടിക്ക് പോകാൻ പോയാണ്. അത് രാവിലെ എണീറ്റ് 5:30 ബസ്സിനാണ് നമ്മൾ നേരെ പൊന്മുടിക്ക് പോകുന്നത്. തമ്പാനൂരത്ത് ബസ്സിൽ കയറിയപ്പോൾ നിൽക്കാൻ കൂടി സ്ഥലമില്ല. അങ്ങനെ എങ്ങനെയൊക്കെ കുറേ നേരം തൂങ്ങിയും വലിഞ്ഞു നിന്നു. പിന്നെ കണ്ട സ്ഥലത്തൊക്കെ അങ്ങോട്ട് ഇരുന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ പൊന്മുടി എത്തി. ആദ്യമായിട്ടാണ് KSRTC ബസ്സിൻ്റെ നിലത്തിരുന്ന് പോകുന്നത്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് എൻട്രി നമ്മുടെ വണ്ടിക്ക് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 2 വീലേഴ്സ് എല്ലാവരും വന്നത്. പോണ വഴിയിലൊക്കെ കുറേ ആനപ്പടം കണ്ടു, പക്ഷെ ആനനെ കണ്ടില്ല. യെസ് ഗൈസ്, അങ്ങനത്തെ നമ്മൾ കോട കണ്ടപ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കിയിരിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി. ഫൈനലി നമ്മളങ്ങനെ ഹിൽ ടോപ്പിലെത്തി. ഏകദേശം 8:30 ആയപ്പോഴത്തേനും നമ്മളോട് എത്തിയത്. ഒന്നും കഴിക്കാത്ത കാരണം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അത്രയും നേരത്തെ അവിടെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒട്ടും വൈകാണ്ട് എൻട്രി പാസ്സൊക്കെ എടുത്ത് അങ്ങോട്ട് മല കയറ്റാൻ തുടങ്ങി. കോടയ്ക്ക് പുറമെ മഴയും കൂടി വന്നപ്പോഴത്തേനും വൈബ് അങ്ങ് മാറി. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഇതിന് മുന്നേ പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആയത് ഇതിപ്പോഴാണ്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒരു വൈബ് വെച്ചിട്ടായിരിക്കാം, എന്തോ അടിപൊളിയായിരുന്നു. ആദ്യം നമ്മൾ കയറിയത് ഈ മലയില. അങ്ങനെ ഇത് കയറി ഇറങ്ങി പിന്നെ അങ്ങോട്ട് കയറ്റി ഇറക്കാൻ തന്നെയായിരുന്നു. ഈ ഇറങ്ങി വരുന്നതാണ് അവശേഷിപ്പുകൾ. അതെന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. എന്താണോ എന്തോ, നമുക്ക് പിന്നെ അവിടെ പോയാലും കുറച്ച് കാടും മറലും പറിച്ചില്ലെന്നാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നൈസിലൊന്ന് പുറത്തോട്ട് നോക്കിയേ. ഈ കണ്ണ മരത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോകണം. അതിനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും ഒരു റെസ്റ്റ്, അത് നമുക്ക് നിർബന്ധമായിരുന്നു. ആ റെസ്റ്റ് എടുക്കലേക്ക് കാണുക. അങ്ങനെ ഇവരുടെ കശ്മലം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് അതുണ്ടായത്. എൻ്റെ അട്ട കടിച്ച്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാറി. പിന്നെ ഫുള്ളങ്ങ് പേടിയായിപ്പോയി. വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന ആര്യമോൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചൂട് കപ്പയും ചിക്കൻ കറി. ആ ചൂട് മാറ്റാനായിട്ട് നമ്മൾ അപ്പം തന്നെ ഐസ്ക്രീം വാങ്ങി. സെറ്റ്. ഇപ്പം മൊത്തത്തിൽ തണുപ്പായി, അകത്തും പുറത്തും ഒക്കെ തണുപ്പ്. രാവിലെ
രാവിലെ നമ്മൾ ഒരു സൈഡിലെ മലയാണ് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ നമ്മൾ മറ്റേ സൈഡിലുള്ള മല കയറിക്കൊണ്ടിരിക്കുക. മല കയറി കുറച്ചാകുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമല്ലോ. അങ്ങനെ നമ്മളിതേ പിന്നെ റെസ്റ്റ് എടുക്കായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റേ സൈഡ് വെച്ച് നോക്കുന്നിടത്ത് ഈ ഭാഗത്തായിരുന്നു കോട കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ആസ് യൂഷ്വൽ നമ്മൾ പിന്നെ റെസ്റ്റ് എടുക്കായിരുന്നു. വ്യൂ കുറേ കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അരിമുളുടെ വക മുടിയാട്ടിലുണ്ടായി. മഴയും കോടയും മാത്രമല്ല, നല്ല അടിപൊളി കാറ്റും ഉണ്ടായിരുന്നു. നമുക്കവിടെ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ആടിപ്പോണൊരു ഫീലായിരുന്നു. ഏകദേശം 2 മണിയാകാറായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു കൊഞ്ചിക്കൽ. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും കാണും. പിന്നെ നമ്മളിതങ്ങനെ നോക്കി ഇരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ നോക്കണതേ അല്ല. ഇതോടുകൂടി ഫോണിലെ ചാർജ് തീർന്ന് ഓഫായത് കാരണം പിന്നെ അങ്ങോട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് ഹോസ്റ്റലിലെത്തി. അത്രയൊക്കെ തന്നെ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ. താങ്ക് യു.